അതെ, നല്ല പഴുത്ത മാങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു മാംഗോ പുഡിംഗ് ആയാലോ? വായോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കണം കേട്ടോ. കസ്റ്റാർഡ് ഉണ്ടാക്കിയ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം. ഒരു ബൗൾ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. തിളച്ച പാലിലേക്ക് നമ്മൾ ഡയറക്റ്റ്ലി പൗഡർ ഇട്ടാൽ അത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പാലിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഷുഗർ ഇട്ട് തിളപ്പിച്ച് ഈ മിക്സ് അതിലേക്ക് ചേർത്ത് ഈ കസ്റ്റാർഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. റെഡി ആയതിനു ശേഷം അതൊന്ന് തണുക്കാൻ മാറ്റി വെച്ചേക്കണേ. ഇനി നമുക്ക് ആവശ്യം വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. എനിക്ക് പാളിപ്പോയതും ഇവിടെ തന്നെയാണ്. വിപ്പിംഗ് ക്രീം അങ്ങോട്ട് ഒത്തില്ല കേട്ടോ. സാരില്ല, വേറെ പണിയുണ്ട്. നമ്മളിതൊക്കെ എത്ര കണ്ടതല്ലേ. അവനെ ആ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് മാങ്ങ എടുത്തിട്ട് അരിയാം കേട്ടോ. ഇത് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണേ. ഇത് കുറച്ച് കൊച്ചു കൊച്ചു പീസുകളാക്കിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നേരത്തെ പാളിപ്പോയ ആ വിപ്പിംഗ് ക്രീമില്ലേ അതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ സെറ്റായിട്ട് വരും. നമ്മളോടാ കളി. അപ്പോൾ ആ വിപ്പിംഗ് ക്രീം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 ഭാഗവും ഒന്ന് മുറിച്ച് മാറ്റാം കേട്ടോ. ഇത് താല്പര്യമുള്ളവർക്ക് എടുക്കാമേ, നമ്മൾക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. ഒരു പുഡിംഗ് ബൗളിലേക്ക് ഫസ്റ്റ് വെക്കേണ്ടത് നമ്മുടെ ബ്രെഡാണ് കേട്ടോ. ബേസായിട്ട് നമ്മുടെ ബ്രെഡ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച കസ്റ്റാർഡ് ഒഴിച്ച് ഒന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. ആ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ഇത് കുറച്ച് പാലിലേക്ക് മിക്സ് ചെയ്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ആദ്യമേ ഒഴിക്കേണ്ടതാണ് കേട്ടോ ഗൈസ്. ഇവിടെ എനിക്ക് അബദ്ധം പറ്റി. നമ്മൾ ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഇത് ഒഴിക്കണേ, എന്നാലേ ബ്രെഡ് സോക്ക് ആവത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് ലെയറായിട്ട് നമ്മുടെ വിപ്ഡ് ക്രീമും മാംഗോ പൾപ്പുമാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ബ്രെഡ് വയ്ക്കുക, അതിനുശേഷം നമ്മൾ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്ത പാൽ ഒഴിച്ചു കൊടുക്കുക. ആൻഡ് അറ്റ് ലാസ്റ്റ് നിങ്ങൾ കുറച്ച് മാംഗോ ഇങ്ങനെ സ്ലൈസ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയുള്ള ഇനി നിങ്ങളൊരു ഹാഫ് ആൻ അവറെങ്കിലും സെറ്റ് ആവാൻ ഫ്രിഡ്ജിലേക്ക് വെക്കണേ. അപ്പോൾ നമ്മൾ ഈസി ടേസ്റ്റി മാംഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ല, മുറിച്ച് കഴിക്കുക. ഇത്രയുള്ളൂ കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വേണ്ട.